ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫസ്ലാസ് ഓറ എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഉമ്മാനെയും അനിയത്തീനെയും വലിയ ആങ്ങളേനൊക്കെയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അനിയത്തിക്ക് ജോലിയുണ്ട്, അപ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നാലും കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പിന്നെ കുറച്ച് നേരത്തെ പോന്നു കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ താഴത്ത് അവിടെ ഒരു ചെറിയൊരു തുണി ഷോപ്പ് ഉണ്ട്. താഴത്തിൻ്റെ ഫ്രണ്ട് നടത്തുന്നതാണ്. നമ്മുടെ അയൽവാസിയാണ്, ക്വാർട്ടേഴ്സിൽ തന്നെ ഉള്ള ആളാണ്, ഫൗസിയാർ. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ. അപ്പോൾ അവൾ മാക്സിയൊക്കെ തയ്ച്ചുകൊണ്ട് കൊടുക്കുമല്ലോ, ശീല കൊണ്ടും, എന്നിട്ട് നമുക്ക് വേണ്ട അളവിൽ അവൾ അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണ്, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഞാൻ ഉമ്മനോട് പറയുന്നുണ്ട്, നിങ്ങളെന്താ അപ്പോൾ വാങ്ങിക്കണം, ഞങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞോണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മ ലാസി എടുത്തു എന്ന് ചോദിക്കുകയാണ് അവിടെ നിന്നിട്ട്. പക്ഷേ ലാസിയിൽ ഉമ്മ കണ്ടിട്ടില്ല. ഓനവിടെ ആ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ ഓനൊക്കെ എടുത്ത് ഓനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് മറ്റേത് ഓടി വരലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തേന്നാവോ കെട്ടിയിട്ടിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ ഓനോട് കുറച്ച് നേരം കൊഞ്ചിക്കൊഴിഞ്ഞ് ഓന് ഉമ്മയൊക്കെ കൊടുത്ത്. ഇപ്പം ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറയായിരുന്നു, ഉമ്മ ഓനവിടെ വെച്ചാടി, ഓന് നിങ്ങളെ വയറ്റത്ത് എന്താ പറയുക മാന്തോന്നറിയില്ല, അമ്മ ഒരു സർജറിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇത് അടുത്ത വീട്ടിൽ നിന്ന് മാങ്ങ തന്നതാണ്. ആ ചെറിയ മാമ്പഴം ഉണ്ടല്ലോ, ഇതാണ് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങ കേട്ടോ. ഇതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ശരിക്കും ഉണ്ടാക്കേണ്ടത്. പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ഇന്നേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിള്, അതേപോലെ മുസമ്പി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് എന്താണോ ജ്യൂസ് എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ തലേ ദിവസമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ കുറേശ്ശെ ഉള്ളൂ കേട്ടോ. കാരണം കുറേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഞാനത് അങ്ങോട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങനെ വാങ്ങിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ കാബേജ് ഞാൻ ചെറുതൊന്നും മതി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഇരുന്നോട്ടെ ചെറുതെന്ന് പറഞ്ഞിട്ട് തന്നതായിരുന്നു കേട്ടോ കടയിലുള്ള ചെക്കന്. പിന്നെ ഈത്തപ്പഴം, ഇപ്പം നല്ല ഈത്തപ്പഴമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയണേ 380 രൂപ എങ്ങാണ്ടാണ് കിലോനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചുള്ളൂ എന്ന് പറയട്ടോ. വില കുറഞ്ഞ ഈത്തപ്പഴം ഉണ്ട്, ഞാൻ പിന്നെ ഉള്ളത് നല്ലതായിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള. പഞ്ചസാര, ക്യാരറ്റ്, എന്താ പറയുക, മുസമ്പി, പൈനാപ്പിൾ, ഈത്തപ്പഴം, ക്യാപ്സിക്കം, കേബേജ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വന്നിട്ട് ഉമ്മ കുറച്ച് സമയം കിടന്നു കേട്ടോ. കിടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാനിതാ വെല്ലുള്ളി ഇതൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ അടിച്ചുവരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുകാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ഉമ്മ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മേടിച്ചാൽ കുനുകുനാ വെട്ടിയിട്ട് തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയായിരുന്നു, ഇന്ന് ബിരിയാണിക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ വെട്ടിയിട്ട് തന്നു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്കിങ്ങനെ എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്ക് വേറെ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെക്കാനുള്ളതുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ബിരിയാണിക്ക് മാത്രമുള്ള എല്ലാ വലിയ പീസൊക്കെ ഇട്ട് ബിരിയാണിക്ക് മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കും വേണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉള്ളത് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. പിന്നെ പിന്നെന്താ പറയുക, ഒക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി കണ്ടിന് വെച്ച് കഴിഞ്ഞ് ചോറ് ദമ്മിലിട്ട് വെച്ചിട്ട് ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ല. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി അത് ദമ്മിട്ട് വെച്ചിട്ട് വേറെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ ആക്കും പോലെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു, ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിക്കോ, ഞാനിതൊക്കെ കഴുകി മസാലയൊക്കെ ആക്കിക്കോളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഉമ്മ പൊരിക്കാൻ ഇത് പോരേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട, കുറച്ചൊന്നും വേണ്ട, അത് മതി, ഒക്കെ പാടുണ്ടാക്കണ്ടല്ലോ, ഇനി പെൽച്ചേക്കിനും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ബിരിയാണിക്ക് ഇതാ ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അനിയത്തിൻ്റെ മക്കളെ ഓന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓല് ശനി ഞായറും അങ്ങോട്ട് പോവലുണ്ട്.
അപ്പം അങ്ങനെ ഓൻ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വൈകുന്നേരം കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുട്ടികൾ പോരാൻ കൂട്ടാക്കുകയാണെങ്കിൽ കൊടുന്നാക്കണ്ട, അല്ലെങ്കിൽ നാളെ കൊടുന്നാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊമോസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൊമോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഞാനൊരു മൊമോസ് ഉണ്ടാക്കുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അതങ്ങനെ ചുറ്റാനൊന്നും എനിക്കറിയില്ല. പിന്നെ അനിയത്തി വരുന്ന ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് തയ്യാറായതാണ് കേട്ടോ മൊമോസ് ഉണ്ടാക്കാൻ. ഓൾക്ക് പിന്നെ അങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതോൾ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ എളുപ്പപ്പണികൾ എപ്പോഴും നോക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ നുള്ളാരം പണികൾ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് കഴിയൂല. അപ്പോൾ കാബേജും ക്യാരറ്റും വല്യുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചും വെക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിച്ചപ്പ് ഇത് ഞാൻ ബിരിയാണിക്ക് അരിഞ്ഞപ്പോൾ തന്നെ ഇതിൽക്കുള്ളതും കൂടെ റെഡിയാക്കിയിട്ട് വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ മസാലയും കൂടിയാണ് റെഡിയാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക വിചാരിച്ചിട്ട്. അപ്പം എല്ലാം ഇട്ടു. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇത് ഞാൻ കഴിച്ചിട്ടുമില്ല. മൊമോസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് എങ്ങനെ ആവുമെന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ അല്ല. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചീസും കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അനിയത്തി വന്നപ്പോഴാണ് പറഞ്ഞത് ചീസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ ചിക്കനും കൂടി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാവരും പാടെ വരുമ്പോൾ നല്ല രസമാവും കേട്ടോ. പക്ഷേ ആങ്ങളെയും തന്നെ എന്താ പറയുക, ബൈക്കുമ്മലാണ് വരുന്നത്. അപ്പോൾ ആങ്ങൾക്ക് 3 മക്കളാണ്. വലിയ ആങ്ങൾക്ക് 3 മക്കളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവൾക്കൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ആളെ കല്യാണം പറഞ്ഞു വെച്ച് റെഡിയാക്കി വെച്ചിട്ട് മുട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓന് 3ാം ക്ലാസ് പഠിക്കുന്ന ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഓനും ആങ്ങളെയും പാടെയാണ് ഇന്ന് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നാത്തൂനും രണ്ടാമത്തെ മോളും വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്നില്ല. പിന്നെ അനിയത്തിക്ക് 2 ആൺമക്കളാണ് കേട്ടോ. അപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. ഓള് വണ്ടൂരാണ് ജോലി ചെയ്യണത് കേട്ടോ. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇട്ടുകൊടുത്ത് കുറച്ച് വിനീഗർ ഒഴിച്ചു. പിന്നെന്താ ചിക്കന്, സോയാ സോസ്, അങ്ങനെ എല്ലാം ഉപ്പ് എല്ലാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് യൂട്യൂബിൽ കണ്ട പോലെയൊക്കെ ഇട്ടു. പക്ഷേ ചീസ് ഒഴികെ ബാക്കി എല്ലാ സാധനവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ എടുത്തു വെക്കട്ടെ. ഇനി ഇതിൽ ഉപ്പും വേറെതൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ റമദാൻ മാസം നമ്മൾ അങ്ങനെയാണല്ലേ, എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു മണക്കണക്കിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ അത് അധികം ഫുഡിൽ കറക്റ്റ് ആവൂലേ. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കറിയിലിങ്ങനെ ഉപ്പൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരിതുണ്ടാവും. ബാക്കി ചിലതിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റൊക്കെ ഏറിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അതെങ്ങനെ റമദാൻ മാസം അങ്ങനെ ആവണം എന്നുള്ളത് എനിക്ക് എപ്പോഴും ഡൗട്ടാട്ടോ. അല്ലാത്ത സമയത്ത് എത്ര പ്രാവശ്യം നമ്മൾ ഉപ്പുണ്ടോ നോക്കും. ഇനി വല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മധുരം ഉണ്ടോ നോക്കും. പക്ഷേ റമദാൻ മാസം നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ലെങ്കിലും അതൊക്കെ കറക്റ്റ് ആവണമാണ് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ ചെമ്പട്ടിയിലിട്ടിട്ടോ ഉള്ളി ഇതൊക്കെ വാട്ടിയത്. പിന്നെ ദമ്മിടാൻ നേരത്തെ എനിക്ക് തോന്നി അതിൽ കൊള്ളൂല തോന്നിയപ്പോൾ ഞാൻ വേഗം വലിയ ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ദമ്മിലിടാം. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണു ഇമ്മ ചിക്കന് പിന്നെ മസാല ഇട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ ക്യാമറ എടുത്തിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഉമ്മാൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മസാല ഇട്ടില്ല കേട്ടോ. കോൺഫ്ലവർ ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു, പിന്നെ അതാക്കണം കുറച്ച് ഫുഡ് കളർ കൂട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോഴിമുട്ടയും കൂട്ടുന്നുണ്ട്. പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പ്, തൈര് അങ്ങനെ എന്തൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഇത് ഉമ്മാൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം ഞാൻ ഉമ്മ ഇങ്ങനെ ചോദിക്കഞ്ഞ് മഞ്ഞളുടെ മുളക് എവിടെയെന്ന് ചോദിക്കണ്ട ഉമ്മ കേട്ടോ. അപ്പം ഞാനതിങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കയ്യും കൂടെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കോഴിമുട്ടയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ഉമ്മാരില്ലേ, അവരെന്ത് ഉപ്പും മുളകും കൂട്ടിയിട്ട് വെക്കുകയാണെങ്കിലും അത് വേറൊരു ടേസ്റ്റ് ആക്കറല്ലേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ
ചായ ഉണ്ടാക്കല്ലേ അല്ലെങ്കിൽ വെള്ളം കലക്കല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊന്നുമല്ല പറയുക. ഞാൻ വേഗം അടുക്കളയിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കും, എന്താ ചോറ് എന്താ കൂട്ടാൻ എന്നൊക്കെ നോക്കൂട്ടോ. എന്നിട്ട് ഞാൻ വേഗം ചോറ് വിളമ്പിയിട്ട് അതെടുത്തിട്ട് തിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടണതാണ്. എനിക്ക് എന്തൊരു റാഹത്താവണ പോലെ തോന്നും. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ ചെന്നാൽ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. ഉമ്മ ഉണ്ടാക്കണം എന്തെങ്കിലും ഒന്ന് അങ്ങനെ കഴിക്കണം. അപ്പോൾ ഒരു വയറൊക്കെ നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ആ ഒരു ഫീലാണ് എനിക്ക്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഞാൻ അങ്ങനെ കേട്ടാൽ വേഗം ചോറുണ്ണുക ചെയ്യുക. അപ്പം പറയും, അനിയത്തിയൊക്കെ പറയും കേട്ടോ, അതെനിക്ക് ആക്രടിച്ച് വന്നിട്ടാണ് പറയും. ഞാൻ ഇവിടുന്ന് തിന്നല്ലോ അറിയട്ടോ. പക്ഷെ അങ്ങനെയല്ല, അതൊരു ഇഷ്ടമാണ്. നമ്മുടെ ഉമ്മാരെ കൈ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിക്കുക, അങ്ങനെയല്ലേ. അപ്പോൾ ബിരിയാണി അവിടെ റെഡിയായി. ഇനി ഞാൻ തരിക്കഞ്ഞിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞിയൊന്നും ഞാൻ നോമ്പ് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ അല്ല കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചോദിക്കും, ഓർമ്മയിലില്ല. ഒരു ദിവസം കണ്ട് ഉണ്ടാക്കിയോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അധികം ഞാൻ തരിക്കഞ്ഞൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിൽക്കല്ല. ഞാൻ എങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കുകയെന്നറിയാം. ഇതേപോലെ കുറച്ച് നെയ്യ് ഒഴിക്കും. എന്നിട്ട് അതിൽ തന്നെ ചെറിയ ഉള്ളി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കും. അതൊന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോഴത്തേന് അണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ നെയ്യിൽ തന്നെ റവയും സേമിയനും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. റവ അല്ലെങ്കിൽ സേമിയനും അതിൻ്റെ മുന്നേ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അതൊന്ന് കളറൊന്ന് മാറി ഒന്ന് വരുന്നത് നമുക്ക് തോന്നുമല്ലോ, ഒരു വറവായും തോന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് പാലും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണില്ല. അതൊക്കെ നമ്മൾ വെന്ത് അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ആങ്ങളക്കും ഉമ്മാക്കുള്ളത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇടണമെങ്കിൽ കേട്ടോ. പഞ്ചസാരയും ഉപ്പൊക്കെ ഇടണമെങ്കിൽ കേട്ടോ. കാരണം ആങ്ങളക്ക് ഉമ്മ പിന്നെ ഉപ്പൊക്കെ കുറച്ചാക്കിയിട്ടൊക്കെ ഇടും, അതേപോലെ പഞ്ചസാരയും. പക്ഷെ ആങ്ങളക്ക് പറ്റൂല കേട്ടോ. ഓന് ഉപ്പും പഞ്ചസാരയും ഒക്കെ ഓൻ്റെ ശരീരത്തേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് അലർജി എന്ന് പറയുമ്പോൾ ചൊറിച്ചിൽ അങ്ങനെയല്ല, നീര് വെക്കുക, കയ്യും കാലൊക്കെ മുഖമൊക്കെ വണ്ണം വെച്ചിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഓന് മാക്സിമം അത് കുറക്കാനാണ്. അപ്പം ഞങ്ങളും തന്നെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണം, ആങ്ങളെയും മോനും അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പണീൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം പണിത്തിരക്കായിരുന്നു. പിന്നെ അനിയത്തി വന്നിട്ട് ഇവിടെ ഇരുമ്പയിൽ ബസ് ഇറങ്ങിയപ്പത്തിന് വിളിച്ചു. അപ്പോൾ ഓം കൊണ്ടുവരാൻ പോയതായിരുന്നു കേട്ടോ. ഓളോളം യൂണിഫോമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഡ്രസ്സൊന്നും മാറാൻ സമയം ഇല്ലാത്തത് കാരണം. അപ്പോൾ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവളോട് പറയണേ, ഈ കായ്ക്കാരിയൊക്കെ ആയില്ല, ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നില്ല, അപ്പോൾ അത് ഞങ്ങളുടെ തന്നാളെ വേണ്ടെങ്കിൽ അറിയട്ടെ, അല്ല അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയട്ടോ. ആങ്ങളെ വന്നപ്പോഴുണ്ട് മുന്തിരിയും പിന്നെന്താണ് വത്തക്കയും അങ്ങനെ കുറേ സാധനങ്ങൾ, മുസമ്പിയും ഒക്കെ ഓനും വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനേതായാലും കുറച്ച് വാങ്ങിയത് നന്നായേ ഉള്ളൂ തോന്നിയ. അപ്പോൾ അത് ആര് വന്നാലും ഓനെ കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കും കേട്ടോ. പിന്നെ ഇത് ഞാൻ സമൂസക്കുള്ള ഫില്ലിങ് അവിടെ റെഡിയാക്കി വെച്ചതേനു. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ പിന്നെ ഇത് ഇപ്പോഴത്തെ ഈ റെസിപ്പി കാണിക്കാതിരുന്നത്. ഇതിൽ നമ്മളെ കടലപ്പരിപ്പും വല്ലുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കനും എല്ലാം ഇട്ടിട്ടുള്ള തന്നെയാണ്. ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാക്കണു ഞാൻ. ഓള് പറഞ്ഞു എന്നോട് ഞാൻ വരാം, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓള് നിസ്കരിക്കുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യുക, സമൂസ അവിടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ മൊമോസ് ഓളുണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നോമ്പിൻ്റെ അന്ന് നമ്മൾ തുറവി അല്ലെങ്കിൽ നമ്മൾ തുറവിയൊന്നുമില്ല, വീട്ടിൽ കുറച്ചധികം ആളുകളുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണി വരെ സമയം ഇങ്ങനെ ആക്കം പോലെ പുയരെ എഴഞ്ഞു പോകും പോലെ എഴഞ്ഞു കൂട്ടോ. പക്ഷേ 4 മണിയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിര പായും പോലെ പായും ചെയ്യും കേട്ടോ. അത്രക്ക് സ്പീഡിൽ പോവുകയും ചെയ്യും സമയം. പിന്നെ 4 മണി കഴിഞ്ഞിട്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സമയം തന്നെ ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് പോവും. അപ്പോൾ നമ്മൾ ബാക്കി പണികളൊക്കെ എന്തോ ഒരു സ്പീഡ് ബേജാറടിച്ചെടുക്കേണ്ടി വരില്ലേ. അങ്ങനെ ഞാൻ ഓളെ നിസ്കരിച്ച് വരുമ്പോഴത്തേന് സമൂസ അവിടെ ഓല ചുറ്റി കഴിഞ്ഞു. ഇനി മൊമോസിനുള്ള ആ ഒരു ഇതും കൂടി പെരത്തി റെഡിയാക്കുകയാണ് കേട്ടോ.
അപ്പോൾ മൊമോസ് ഇങ്ങനെ ഉണ്ടാക്കണത് കണ്ടിക്കണമെന്നല്ലാണ്ട് ഇത് കഴിച്ചിട്ടുമില്ല, ഇതുമ്മ അതൊന്നും പണിയെടുത്തിട്ടുമില്ല അറിഞ്ഞില്ല. എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതിൽക്കാണ് ഫില്ലിങ് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് പൂവടയൊക്കെ ഉണ്ടാക്കൂല അതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതിങ്ങനെ പരത്തിന് കേട്ടോ. അപ്പോൾ ആങ്ങളൻ്റെ കുട്ടി ഇതാ ഞാൻ ഈ പണിയെടുക്കണൊക്കെ കണ്ടിട്ട് എന്നോട് ഓരോ ന്യായം വെച്ചുകൊണ്ട് ഓനവിടെ സൈഡിൽ ഇരിക്കണുണ്ട് കേട്ടോ. നല്ല വർത്തമാനം പറയും കേട്ടോ ഓന്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും കളഞ്ഞിട്ട് കൊടുക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് വരുന്നത് ഭയങ്കര പേടിയായി. ഞാൻ പറഞ്ഞിട്ടില്ല മുന്നൊരു ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു, കുറേ കോപ്പി റൈറ്റ് വന്നിട്ട് ഞാനതിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിനി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വീഡിയോ അതിൻ്റെതായിട്ടൊരു വീഡിയോ എടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാരണം ഇവിടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ടേ നമ്മൾ എത്ര സൗണ്ട് ഉണ്ടാക്കാതിരുന്നാലും ബാക്കിയുള്ളവരത് ഇഷ്ടം പടിയുണ്ട്. അപ്പം മാക്സിമം എത്ര രാത്രി 12 മണിയായാലും നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതേക്കാരട്ടെ. അതേപോലെ സംസാരിക്കേണ്ട എവിടെ ഒരു ഒച്ചപ്പാടില്ലാത്ത റൂമുകൾ ഉണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ ചുറ്റി വന്നപ്പോൾ അങ്ങനെയായി. പക്ഷെ ലാസ്റ്റ് ഇങ്ങനെ ഉരുട്ടി ഞെറിയൊക്കെ ഇങ്ങനെ എടുത്തു, പക്ഷേ റെഡി ആയില്ല കേട്ടോ. അപ്പോൾ അതിന് ഇതാക്കണം അനിയത്തിൻ്റെ കൈ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു. അപ്പം ഞാൻ വേഗം അതവിടെ ഇട്ടെടുത്തുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഈ എന്നാൽ ചിറ്റിക്കോ, ഞാൻ സമൂസ വറുത്ത് വരട്ടെ, അത് പൊരിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾ ചുറ്റിനതൊന്നും ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. പക്ഷെ ഓളും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ഓളത് അങ്ങനെ റെഡിയായി. അപ്പോൾ പിന്നെ നമ്മളതിമ്മ വെറുതെ മെനക്കെടണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനി അങ്ങനെ അധികം പണികളൊന്നുമില്ല. മൊമോസ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം, പിന്നെ സമൂസ അതേപോലെ തന്നെ ചിക്കനും മസാല വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പൊരിച്ചിട്ടെടുക്കണം. ഇത്രയേ പണിയുള്ളൂ. പിന്നെ ഫ്രൂട്ട്സുകളും കട്ട് ചെയ്യണം. ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ശരിക്കും എൻ്റെ ആങ്ങളെ ചെയ്യും കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇവിടെ അടുക്കള ചെറുതായതുകൊണ്ട് എല്ലാവർക്കും പാടെ അങ്ങോട്ട് നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പണികളൊക്കെ ഓനെടുക്കും കേട്ടോ. ഇവൻ എൻ്റെ മൂത്തതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ, പിന്നെ എൻ്റെ താഴെ ഒരാങ്ങള, പിന്നെ ആണ് അനിയത്തിട്ടോ. ഞങ്ങൾ 4 മക്കളാട്ടോ, 2 ആണും 2 പെണ്ണും. ഉപ്പ പോന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, ഉപ്പാക്ക് നോമ്പ് തുറക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും, അതുകൊണ്ട് ഇപ്പോൾ പോന്നിട്ടില്ല കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ പറഞ്ഞില്ല 2 മക്കളും, അവരും ഇപ്പോൾ ഇവിടെ ഇല്ല. അവരിനി രാത്രിയിൽ വരികയാണെങ്കിൽ അവരെ ഞാൻ കാണിക്കണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ. പിന്നെ അയൽവാസികളെയൊന്നും ഞാൻ വിളിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതാ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒന്നാം ട്രിപ്പാണ് വേവിച്ചെടുത്തിട്ട് 3 ട്രിപ്പായിട്ടാട്ടോ ഞാൻ വേവിച്ചിട്ട് വെച്ചത്. ഞാൻ ഒരുപാട് തിക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെന്തിട്ടൂലേ എന്നൊരു ടെൻഷൻ. പക്ഷേ അത് പെട്ടെന്ന് വേവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾ ഇതാക്കണം ഷമാമ ഇടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ ഫ്രൂട്ട്സുകൾ ഫുള്ള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മ വത്തക്കയും പൈനാപ്പിളും ഒക്കെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ബാങ്ക് കൊടുക്കാനായിട്ട് പിടിയെന്നാവണ്ട, ഞാൻ കട്ട് ചെയ്യാനുള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മ അതും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ ഉള്ള അടിച്ച് വെച്ചിട്ട് പിന്നെയും കുറച്ചും കൂടി മൊമോസ് ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസ് വേഗം ആയിക്കോട്ടെ അടിച്ച് ഫ്രിഡ്ജിലൊക്കെ പറഞ്ഞിട്ടോളൂ. അതിൻ്റെ അടിയിൽ നിന്ന് അത് മാറ്റി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നിന്നേനും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ ഓൾ ഉണ്ടാക്കിയതാണ് കേട്ടോ പറയണത്. അങ്ങനെ കുഴിയുള്ളതൊക്കെ ഓൾ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയത് ഒരെണ്ണമാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. മൊമോസ്, സമൂസ, പിന്നെ ഷമാമു ജ്യൂസ്, തരിക്കഞ്ഞി, വത്തക്ക, പൈനാപ്പിൾ, 2 ഐറ്റം മുന്തിരി, മുസമ്പി. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് ഇതാ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ 2 സോസും മിക്സ് ചെയ്തിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോള് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചീസിൻ്റെ ആ ഒരു കുറവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു മാവ് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റായിപ്പോയി. കുറച്ചും കൂടി ഒരു ബലമൊക്കെ വേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ കേട്ടോ. ഒമ്പര നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുറക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമമൊക്കെ തോന്നും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവണ, ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമം ഉണ്ടാവണ സമയം ഒന്ന് നോമ്പും പിന്നൊന്ന് പെരുന്നാൾക്കുമാണ് കേട്ടോ. ഈ 2 സമയം എനിക്ക് നല്ല വിഷമം വരും. കാരണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവണ ഫീലിങ്സ് അപ്പോൾ എനിക്കറിയാം.
അങ്ങനെ ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇതൊക്കെ വെട്ടിക്കൂട്ടി വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് കഴിക്കും എന്നുള്ളത് കേട്ടോ. പക്ഷെ ഒന്നും വേണ്ടല്ലേ, നമുക്ക് കുറേ വെള്ളം കിട്ടിയാൽ മതിയില്ലേ തുറക്കുന്ന സമയത്ത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ തള്ളബടായിയൊക്കെ വിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇത് വല്ലാത്തൊരു രസമല്ലേ ഈ ഒരു ഒത്തുകൂടൽ. നമ്മുടെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും നമ്മളെ വീട്ടുകാർ അങ്ങനെ ഒരുമിച്ച് കൂടണമല്ലേ, അതിനൊരു രസം വേറെ തന്നെയാണ്. ഇനി ഇൻഷാ അല്ലാ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അത് പറഞ്ഞിരുന്നു കേട്ടോ. അത് തുറക്കുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് എല്ലാവരും പാടെ കൂടിയിട്ട് നമ്മൾ ഉമ്മയും മക്കളും നമ്മൾ ഉള്ളവർ ഗൾഫിലുള്ളവരപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്കിങ്ങനെ ഒരുമിക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നടക്കുമോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം ഒക്കെ ഈ ജോലി തിരക്കും കാര്യങ്ങളും ആകുമ്പോൾ ഒന്നും ഫ്രീ ആയി കിട്ടൂല. പിന്നെ ഉമ്മി അനിയത്തി ആദ്യം നിസ്കരിച്ചു കേട്ടോ, പിന്നെയാണ് ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വരുന്നത് നിസ്കരിക്കാൻ കേട്ടോ. അപ്പത്തിനാണ് പോലും അതുണ്ടാക്കി വന്നത്. അങ്ങനെ ഞങ്ങൾ ഇമാമും മമ്മൂമായിട്ടൊന്ന് നിസ്കരിച്ചു കേട്ടോ. അതും ഒരു സന്തോഷം തന്നെ. പിന്നെ എൻ്റെ ആങ്ങളുടെ ഈ കുട്ടി ഉണ്ടല്ലോ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇവിടേക്ക് വരുന്നത് വരെയുള്ള എല്ലാ നോമ്പ് കൊടുത്തിട്ടുണ്ട്. അതന്നെ അറിഞ്ഞപ്പോൾ അതും വലിയൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഓന് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് ഞാനാണ് എല്ലാ വർഷവും എടുത്തെടുക്കാറ് കേട്ടോ. ഇപ്രാവശ്യം തന്നെ ഞാൻ ഓന് പൈസയൊക്കെ കൊടുത്തു, ഡ്രസ്സൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് പെരുന്നാൾക്ക് വരുമ്പോൾ അത് ഇട്ടിട്ട് വരും. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ഒരു 9-9:30 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഇനി ഓൾക്ക് പോകണ്ടേ, അപ്പോൾ നേരെ ഇനി ഒരുപാടായി എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ ബിരിയാണി, ചിക്കൻ പൊരി, കട്ടൻ ചായ. ഞങ്ങൾക്കൊന്നും ചായ ഇല്ല കേട്ടോ, ഉമ്മാക്കും ഓനും മാത്രം ചായ ഉണ്ടാക്കി. ഓൾക്ക് ചായ വേണം, അപ്പോൾ പിന്നെ ഓൾക്ക് ഉണ്ടാക്കി. പിന്നെ ഞാൻ നോമ്പ് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കല്ല, ഞാനും എൻ്റെ മോനും ചായ കുടിക്കല്ല കേട്ടോ. ഇതെന്താ പറയണതെന്ന് അറിയാം, കുഞ്ഞാമാൻ്റെ മോന് ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരു ചിക്കൻ്റെ ഫോട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കേണ്ടത്, പക്ഷേ എനിക്ക് വേറെ ഡിലീറ്റാക്കി ഞാൻ കളഞ്ഞിട്ടുണ്ടാവും, സ്റ്റോറേജ് ഫുള്ളായിട്ട്. അപ്പോൾ ഓനോട് പറയണേ, എടാ അത് ഈ ആ വിട്ടിലെ ആ കോയിൻ്റെ കാലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓനക്ക് കാണിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി സമയം ഒന്ന് ഇരുന്ന് ഒരു പോവുകയാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ എനിക്ക് എന്നും വിഷമമാണ്. അപ്പം എൻ്റെ മൂത്തതാ പറഞ്ഞിട്ട് കാര്യമില്ല, ഓന് എനിക്ക് തരുന്ന സ്ഥാനം ഞാനാണ് ഓൻ്റെ മൂത്തത് എന്നുള്ളതിൽ കേട്ടോ. ഓൻ എന്ത് കാര്യം എന്നോട് പറയും, ഞാൻ ഓനെ കാണുന്നതും എൻ്റെ താഴെയുള്ളതായിട്ടാണ് ഞാൻ എപ്പോഴും കാണും. പറയുമ്പോൾ എൻ്റെ മൂത്തതാണ് ഓന്, അത്രക്ക് പാവാ ഞങ്ങൾക്ക് ഓനെന്ന് പറയുമ്പോൾ കേട്ടോ. ഓനെ കാണുമ്പോഴേ സങ്കടം വരാൻ തുടങ്ങും. ഓനൊരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഓൻ ആരോടും പരാതി പറഞ്ഞ് വരില്ല. എപ്പോൾ വിളിച്ചാലും ഓൻ വരും. പാവാണ്. ഓനെ ആലോചിക്കുമ്പോഴേ സങ്കടം വരാൻ തുടങ്ങും. എന്തായാലും ഓൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇനി ഇതിലും കൂടുതൽ ഓനെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ പോയാൽ മതി. ഓൻ്റെ മക്കളെയും പെണ്ണുങ്ങളെയും കൂടെ ഓനെ ജീവിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ ഓൻ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്നൊരു ഇടങ്ങേറ്. ഓൻ പോയി കണ്ണണ് മറിഞ്ഞു കഴിഞ്ഞാൽ പാവലേ എന്ന് പറയും. ഞങ്ങളെപ്പോഴും എല്ലാവരും ഒരേപോലെ പറയും. ഞങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കണുണ്ടെങ്കിലും ഞങ്ങളൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു പ്രാപ്തനാണെന്നൊരു തോന്നലാണ്. പക്ഷെ ഓനെ സംബന്ധിച്ച് ഓന് അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാവില്ല, പാവാണ്. അങ്ങനെ ഞങ്ങളോടൊക്കെ യാത്ര അറിഞ്ഞിട്ടോ പോവുക കേട്ടോ. പിന്നെയും ഉമ്മാക്ക് ഇടങ്ങേറി വരും കേട്ടോ, പിന്നെയും കൈയ്യടിക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ പോകുമ്പോൾ അവിടെ വണ്ടിമ്മ കയറി കഴിഞ്ഞാലും പറയാം, അവിടെ എത്തുമ്പോൾ വിളിക്കണം കേട്ടോ, അവിടെ എത്തിയാൽ വിളിച്ചണം കേട്ടോ, നോക്കി പോകണം കേട്ടോ, പതുക്കെ പോകണം കേട്ടോ, അങ്ങനെ പറയും ഉമ്മ. കണ്ണ് മറയോളം ഉമ്മ പറയും. കുട്ടീനോടും പറയും, നേരെ പിടിച്ചിരുന്നോണ്ടിട്ടപ്പച്ചിനെ കുട്ടീനെ നേരെ പിടിച്ചിരിക്കണം കേട്ടോടാ പറഞ്ഞിട്ട് അങ്ങനെ കണ്ണ് മറയോളം പറയും. ഇന്ന് വന്നപ്പോൾ ഓൻ ഒറ്റക്കായിട്ടോ. മറ്റേ അനിയത്തിൻ്റെ 2 കൂടി ഉണ്ടെങ്കിൽ നല്ല ബഹളക്കാരവിടെ. ഓന് പോവാൻ തന്നെ തോന്നണില്ല അങ്ങനെയാണെങ്കിൽ. പക്ഷെ എന്നും ഓന് പിന്നെയും പോകാനൊരിത് വരുന്നത് കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അങ്ങനെ ഓല് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.